അവസ്ഥ വരരുത് കേട്ടോ. ലാസ്റ്റ് കണ്ണ് പൊട്ടിപ്പോയിട്ടേ അവരവരുടെ കണ്ണിൽ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്, മറ്റേ വേറൊരാൾക്കല്ലല്ലോ കണ്ണിന്റെ ചുറ്റും. ഡാർക്ക് സർക്കിൾസ് നന്നായിട്ടുള്ള ആളുകളാണെങ്കിൽ കണ്ണിന് നന്നായിട്ടൊന്ന് മസാജ് കൊടുത്തിരിക്കുക ഭാഗത്ത്. ഓക്കെ. ജെമിനി മാമിന്റെ മുഖത്ത് ക്രീം കുറവാണോ? എനിക്ക് കാണാത്തതാണോ? ക്രീമും വെള്ളമൊക്കെ ഉണ്ടോ നന്നായിട്ട്? നെറ്റി എനിക്ക് നോക്കാൻ പറ്റുന്നില്ല. എന്റെ രണ്ട് കയ്യിലും ക്രീം നമ്മൾ ചെയ്ത സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഏതായിരുന്നു? നെറ്റിന്ന് എടുത്തിട്ട് താഴേക്ക് മുഖം താഴേക്ക് കൊണ്ടുവന്ന് കഴുത്തിന്റെ ബാക്കില് ജസ്റ്റ് ഒന്ന് അമർത്തി, വീണ്ടും താഴേക്ക് കൊണ്ടുവന്ന്. സ്വയം ചെയ്യുമ്പോഴും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ലേ? വേറൊരാളുടെ സഹായം ഇല്ലാതെ തന്നെ ഒന്ന് അമർത്തി കൊടുക്കുക. ഇനി നമ്മൾ കവിളിലേക്ക് കടന്നിട്ടില്ല അല്ലെ? നെറ്റി നന്നായിട്ട് മസാജ് ചെയ്ത് കവിളിലേക്ക് കിടക്കുക. കവിളിലും അതേപോലെ തന്നെ മസാജ് ചെയ്യുക, തിരിച്ച് മസാജ് ചെയ്യുക. മുകളിലേക്ക് മൂക്കിന്റെ അവിടുന്ന് ഈ ടെമ്പിളിലേക്ക് എടുക്കുക, അമർത്തി. മൂക്കിന്റെ അവിടുന്ന് ഈ ടെമ്പിളിലേക്ക് എടുക്കുക, അമർത്തി. ക്രീമുകൾ സ്ഥിരം അപ്ലൈ ചെയ്യുന്ന ആളുകൾ, സ്ഥിരമായിട്ട് സ്കിൻ കെയർ ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ മുഖം ഇരുന്നാൽ പേടിക്കണ്ട. ഇത് അബ്സോർബ്ഡ് ആയില്ലല്ലോ, വേണ്ടത് അബ്സോർബ്ഡ് ആവുന്നുണ്ട്, ബാക്കിയുള്ളത് വെള്ള കളറിൽ അങ്ങനെ ഇരുന്നോട്ടെ. കാരണം നമ്മുടെ മുഖത്തിന് ആവശ്യമായിട്ടുള്ളത് ചെല്ലുന്നുണ്ട്. ഇനി സാധാരണ മുരിങ്ങ ക്രീം അല്ല ഇത്, ഇത് മസാജ് ക്രീമാണ്. ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ധാരാളമായിട്ടുണ്ട്. ഇതിന് പകരം മുരിങ്ങ ക്രീം അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കരുത്, കാരണം രണ്ടും രണ്ടാണ്. മസാജ് ക്രീമിന് അത്ര അധികം ഇൻഗ്രീഡിയൻസ് ഉണ്ട്. എന്റെ കഴുത്തിലുള്ളത് കണ്ടു, നന്നായിട്ട് അബ്സോർബ്ഡ് ആയി, ബാക്കി മുഖമാണ്. ഇനി ഒരു പ്രാവശ്യം കൂടി ക്രീം അപ്ലൈ ചെയ്തിട്ട് അടുത്ത ടെക്നിക്ക് നോക്കാം നമുക്ക്. കയ്യൊന്ന് നനച്ചു കൊടുക്കുക. നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മുടെ കയ്യിൽ എന്തില്ല? മെഷീൻ ഇല്ല അല്ലെ? ഇവര് മസാജ് ചെയ്യുന്ന മസാജറോ മെഷീനോ ഒന്നും തന്നെ ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ആ മെഷീന് പകരമുള്ളതൊക്കെ ചെയ്യണമല്ലോ. എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ഇനി എന്ത് ചെയ്യണം? കയ്യിൽ ഇങ്ങനെ പിടിക്കുക. നക്ലിംഗ് ചെയ്യാൻ പോവാം. നക്ലിംഗ് ഈ കൈ വെച്ച് കഴിഞ്ഞിട്ട് ഇതാ പതുക്കെ 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 റൊട്ടേറ്റ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ആ റൊട്ടേഷൻ, ആ ഒരു നക്ലിംഗ് എത്തിക്കുക. ആ മെഷീനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നല്ല രീതിയിൽ അബ്സോർബ്ഡ് ആവാനായിട്ട്. എന്താ സൗന്ദര്യം, ഇതൊക്കെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് വെക്കും. അടുത്ത സെഷൻ നേഹ മാമിന്റെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറഞ്ഞത് ഇതല്ല കേട്ടോ. സ്ക്രീൻഷോട്ട് എടുക്കാൻ പറഞ്ഞത് എല്ലാവരും ചെയ്യണതിന്റെയാണ്. വീണ്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമേ ചെയ്തായിരുന്ന ആ സ്റ്റെപ്പുകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഏതാ ചെയ്തായിരുന്നത്? കൈകൊണ്ട് ആദ്യം റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. കഴുത്തിനെ തൊട്ട് മുകളിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് എന്താണ്? കൈ ചൂടാവില്ല, മുഖം ചൂടാവില്ല. ചൂടായതുകൊണ്ട് റാഷസ് ആവില്ല. മുഖം ഏതെങ്കിലും ഭാഗം ചൂടാവുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അവിടെ തന്നെ ഇട്ട് കഴിഞ്ഞിട്ട് ചെയ്തുകൊണ്ടിരിക്കരുത്. മാറ്റി മാറ്റി എല്ലാ ഭാഗത്തേക്കും മസാജ് കൊണ്ടുവരും. മുകളിലേക്ക് മസാജ് ചെയ്യും നന്നായിട്ട്. നെറ്റിയില് താടിന്നുള്ളത് വെച്ച് ചെവിയിലേക്ക്, താടിന്നുള്ളത് മൂക്കിലേക്ക്, മുകളിലേക്ക് ഒഴിയുക. നമ്മൾ എന്ത് മസാജ് ചെയ്യുന്നത് താഴേക്കല്ല. മുഖം എന്തായാലും ഇങ്ങനെ മത്തങ്ങ പോലെ ഇങ്ങനെ വീർത്തിരിക്കല. എന്നാ കുറച്ച് ഓഞ്ഞ പോട്ടേന്ന് പറഞ്ഞ് താഴേക്ക് ഉരിഞ്ഞാല്
മുഖം താഴേക്ക് നീളും. അതല്ലാതെ നമ്മൾ എപ്പോഴും മുകളിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും മുകളിലേക്ക് ഒഴിയുന്നത്. ആന്റി ഗ്രാവിറ്റി മോഡിൽ, അല്ലെങ്കിൽ താഴേക്കല്ലേ തൂങ്ങുന്നത്, അതില്ലാതിരിക്കാനായിട്ട്. മൂക്ക്, ഇനി കണ്ണ്. കണ്ണടച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് ഒഴിഞ്ഞു കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് കണ്ണിൽ ഒഴിഞ്ഞു കൊടുക്കുക കണ്ണടച്ച് കഴിഞ്ഞിട്ട്. എന്നിട്ട് വീണ്ടും മോതിരവിരൽ വെച്ച് കഴിഞ്ഞിട്ട് കണ്ണിന്റെ കൃഷ്ണമണിയുടെ പോളയുടെ മുകളില് ജസ്റ്റ് ഒന്ന് പതുക്കെ 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 ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, റിലാക്സ്ഡ് ആവാൻ വേണ്ടിയിട്ട്. വീണ്ടും സർക്കിൾ. നെറ്റിയിലേക്ക്. പതുക്കെ നെറ്റിന്ന് പതുക്കെ കൊണ്ടുവന്ന് കഴുത്തിന്റെ ബാക്കിലേക്ക് ജസ്റ്റ് ഒന്ന് അമർത്തി. നെറ്റിന്ന് പതുക്കെ കൊണ്ടുവന്ന് കഴുത്തിന്റെ ബാക്കിലേക്ക് അമർത്തി. വീണ്ടും നെറ്റിയിൽ നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം കവിളിലേക്ക് വന്ന് കവിളത്ത് ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ്. മൂക്കിന്റെ രണ്ട് സൈഡിൽ നിന്ന് മൂക്കിന്റെ രണ്ട് സൈഡിൽ നിന്ന് മുകളിലേക്ക്. ഈ ഭാഗം അതേപോലെ തന്നെ മുകളിലേക്ക്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ വെച്ചിട്ട് കൊഞ്ചിക്കാൻ ആരെങ്കിലും വരാറുണ്ടോ? കൊഞ്ചോട് ചുഞ്ചിരി എന്നൊക്കെ പറഞ്ഞിട്ട് ആരും വരില്ല. നമ്മളേ ഉള്ളൂ നമ്മളെ കൊഞ്ചിക്കാൻ. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഫേഷ്യൽ ചെയ്യാത്ത ആളുകളും നന്നായിട്ട് കപ്പിങ് ചെയ്തോളും. എന്റെ ക്രീം മൊത്തം സ്കിന്നിലേക്ക് അബ്സോർബ്ഡ് ആയി. സ്കിന്നിലേക്ക് അബ്സോർബ്ഡ് ആയി. ബാക്കിയുള്ളവരെ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ, ബാക്കിയുള്ളവരുടെ എങ്ങനെയാണ് എന്നുള്ളത്. എല്ലാവരും സ്കിന്നിലെ ഉള്ളിലേക്ക് ക്രീമൊക്കെ നന്നായിട്ട് അബ്സോർബ്ഡ് ആക്കിയിട്ടിരിക്കുന്നുണ്ടല്ലോ. തുടച്ചു കളഞ്ഞാണോ, മാറ്റി കളഞ്ഞാണോ? അല്ലല്ലോ അല്ലെ? അപ്പൊ ആവശ്യത്തിന് നമുക്ക് ക്രീം ചെന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി നമ്മൾ ഈ ചെയ്ത പ്രോസസ്സ് ചെയ്യാം. ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. കഴുത്തിൽ നമ്മൾ ജസ്റ്റ് മസാജ് ചെയ്തു, മുകളിലേക്ക് കഴുത്ത് മസാജ് ചെയ്തു. താടിയില് ഇതേപോലെ നമ്മൾ താടിയിലെടുത്ത് ഈ താടി വലിച്ച് മുകളിലേക്ക് ഇതേപോലെ അമർത്തി കൊടുത്തു. താടി മീശയും കൂടിയിട്ട് മസാജ് ചെയ്തു. മൂക്ക്, മൂക്കിന്റെ പാലം, കണ്ണിന്റെ ചുറ്റും അതേപോലെ വിരൽ വെച്ച് കഴിഞ്ഞിട്ട് കണ്ണിന്റെ കൃഷ്ണമണിയുടെ മുകളിൽ പോള. നെറ്റി ഇതേപോലെ നന്നായിട്ട് മസാജ് ചെയ്ത് നെറ്റിയിൽ നിന്ന് നമ്മൾ താഴേക്ക് എടുത്ത് കഴുത്തിന്റെ ബാക്കിലേക്ക് ജസ്റ്റ് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് വീണ്ടും നെറ്റിയിലേക്ക് കൊണ്ടുവന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കവിളിലേക്ക് കൊണ്ടുവന്ന് കവിളില് ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ് അതേപോലെ കവിള് മുകളിലേക്ക് നമ്മൾ മസാജ് ചെയ്തെടുത്ത് മൂക്കിന്റെ രണ്ട് ഭാഗത്തുനിന്നും ഇവിടേക്ക് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടമർത്തി, വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് ഇത് കൊണ്ടമർത്തി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫേഷ്യലിൽ ചെയ്തു അല്ലെ. അത് കൂടാണ്ട് നമ്മൾ ചെയ്തതാണ് നക്കിളിങ് ചെയ്തു. അപ്പൊ നന്നായിട്ട് ഫേഷ്യലിന്റെ എഫക്ട് കിട്ടാനും ഫേഷ്യൽ നന്നായിട്ട് ഉള്ളിലേക്ക് കയറി ചെല്ലാനും സഹായിക്കും. അതേപോലെ പിന്നെ ചെയ്തതാണ് ടാപ്പിംഗ് ചെയ്തു, പിഞ്ചിങ് ചെയ്തു, കപ്പിംഗ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഓക്കെ, ഇത് മറക്കാണ്ടിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ? നമ്മൾ മാത്രം ചെയ്താൽ പോരാ, നമ്മൾ ആർക്കെങ്കിലും ചെയ്തു കൊടുക്കണം. ഓക്കെ, ഇനി എക്സ്ട്രാ മുഖത്തുണ്ട് എന്ന് തോന്നുന്നവരുണ്ടല്ലോ, മുഖത്ത് കുറച്ചും കൂടി എക്സ്ട്രാ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഒട്ടിപ്പുണ്ട്, ആ ഒരു നനവുണ്ട്, അല്ലെങ്കിൽ ഓയിൽ ഫീലിംഗ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതൊന്ന് നമുക്ക്
കഴുത്തിന്റെ ചുറ്റും ഡാർക്ക് ഐ മീൻ ബ്ലാക്ക് വരയൊക്കെ അതേപോലെ കറുത്ത പാടുകളൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ഭാഗത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്തേക്കുക. നമ്മൾ ഈ ഫേഷ്യൽ ചെയ്യുന്നത് സ്വന്തം